നാളത്തെ ചൂടിന് ശേഷമാണ് ഗൈസ് ഇങ്ങനെ ഒരു മഴ വൈകിട്ട് കിട്ടണത്. ആ മഴ ഫുള്ള് കൊണ്ടിട്ട് വീട്ടിൽ ചെന്ന് അപ്പം മാമാടെ അവിടെ നോമ്പറക്കലാന്ന് പറഞ്ഞു നേരെ കുളിച്ച് റെഡി അവിടെ പോയി. ചിലപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ടൈം ആകുമ്പോൾ കട്ടയുള്ള അല്ലെങ്കിൽ കറുത്തു പോലെ. പിന്നെ മുസമ്പിതെ ഉപ്പൊക്കെ ഇട്ട് ഇവിടെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈത്തപ്പഴം പിന്നെ നോമ്പിന് എല്ലാ വീട്ടിലും കാണുന്ന മെയിൻ സംഭവമാണ് തണ്ണിമത്തൻ. അതുകൊണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ മറന്നുണ്ടായില്ല ഗൈസ്. തണ്ണിമത്തന്റെ തൊണ്ണത് അവർക്ക് വേണ്ടിയിട്ട് അരിയുണ്ട്. എന്നെ വീഡിയോ എടുക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നാരങ്ങളും കസുകസൊക്കെ ഇട്ടിട്ട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചും കൂടി മധുരമൊക്കെ ഇടാണ്ടായി. അതൊക്കെ ഇട്ട് സെറ്റാക്കി റെഡിയാക്കി വെച്ചു. ജ്യൂസിനായിട്ട് മുന്തിരിയും പേരൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അത് ഇതേപോലെ ക്യൂബ്സ് ഒക്കെ ഇട്ട് റെഡിയാക്കി സെറ്റാക്കി വെച്ച്. പിന്നെ നമ്മളെ മെയിൻ പരിപാടിയാണ് നമ്മൾ ഇങ്ങനെ ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ പാത്രത്തിലേക്ക് റെഡിയാക്കി വെക്കില്ല. ഞാനും മാമി അങ്ങനെ സെറ്റാക്കി റെഡിയാക്കി വെച്ച്. പപ്സും സമൂസ അങ്ങനത്തെ ഫ്രൂട്ട്സ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കുള്ള പ്ലേറ്റ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ച്. പിന്നെ നമുക്ക് നോമ്പർ കഴിഞ്ഞിട്ട് ബിരിയാണി ഉണ്ടായിരുന്നു. മൂര് ബിരിയാണി ആയിരുന്നു ഗൈസ്. ഒരു ബിരിയാണി കൂടി തിന്നു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് സെറ്റായി ഉണ്ടായിരുന്നു. പിന്നെ മാമില്ലാത്ത നല്ല കുറേ ഇവിടെ കാണുന്നുണ്ട്. ഒച്ചയും ബഹളമൊന്നും എടുക്കാൻ ആളില്ലാത്ത പോലെ ഉണ്ട് ഇവിടെ. ഇത് തിന്നാത്തവർക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറിയും പത്തിരിയൊക്കെ ഇവിടെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തിന്ന് വയറൊക്കെ ഒന്ന് സെറ്റായി. പിന്നെ പുറത്തൊക്കെ പോയി ഊഞ്ഞാലാടാന്ന് വെച്ച് കുറച്ച് നേരം ഊഞ്ഞാലാടിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിൽ പോയി. അപ്പം ഇന്നത്തെ വിടത്തിലുള്ളൂ.